ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് വിട്ടുനിന്നവരിൽ പ്രമുഖ ബി.ജെ.പി. നേതാക്കളും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്ന മുതിർന്ന ബി.ജെ.പി. നേതാക്കൾ ഉൾപ്പെടെ 20 പേർ. നിതിൻ ഗഡ്കരി, ജ്യോതിരാദിത്യ സിന്ധ്യ, ഗിരിരാജ് സിംഗ്, സി.ആർ. പാട്ടീൽ എന്നിവരുൾപ്പെടെയുള്ള നേതാക്കളാണ് വിട്ടുനിന്നത്. സംഭവത്തിൽ അതൃപ്തി അറിയിച്ച് കേന്ദ്ര നേതൃത്വവും രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 367 അംഗങ്ങളാണ് സഭയിലുണ്ടായിരുന്നത്. ഇതിൽ 269 വോട്ടാണ് എൻ.ഡി.എക്ക് ലഭിച്ചത്. വിപ്പ് നൽകിയിട്ടും പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ വിട്ടുനിന്നതാണ് ബി.ജെ.പിക്ക് അതൃപ്തിയായത്. വിഷയത്തിൽ എല്ലാ നേതാക്കൾക്കും ബി.ജെ.പി. നോട്ടീസ് നൽകിയിട്ടുണ്ട്. വിട്ടുനിന്നതിൽ കാരണം വ്യക്തമാക്കണമെന്നാണ് നിർദ്ദേശം. അതേസമയം കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ വിട്ടുനിന്ന സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എന്നാണ് സൂചന. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് പ്രധാനമന്ത്രിയും അമിത്ഷായും ചേർന്നെടുത്ത ഏകപക്ഷീയമായ തീരുമാനമാണെന്ന വാദങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു. പിന്നാലെയാണ് വിമർശനങ്ങൾ ഉയരുന്നത്. സഭയിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ ബി.ജെ.പി. പാർട്ടി എം.പിമാർക്ക് വിപ്പ് നൽകിയിരുന്നു. ബില്ല് അവതരണത്തിന് എം.പിമാരുടെ വിട്ടുനിൽക്കൽ തടസ്സമായില്ലെങ്കിലും വിഷയത്തിൽ സർക്കാരിന് വേണ്ടത്ര പിന്തുണയില്ല എന്ന കോൺഗ്രസിന്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും വിമർശനം ഉയർന്നിരുന്നു. വിട്ടുനിൽക്കലിന്റെ കാരണം എം.പിമാർ വിശദീകരിക്കേണ്ടി വരും. നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ അവതരിപ്പിച്ച ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ വിശദ പരിശോധനയ്ക്കായി സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. ബില്ല് അവതരണത്തിനായി നടന്ന വോട്ടെടുപ്പിൽ 269 പേർ അനുകൂലിച്ചപ്പോൾ 198 പേർ എതിർത്തു. ഇതോടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതി ബില്ലുകളുമായി മുന്നോട്ടു പോകാൻ സർക്കാരിന് ആവശ്യമായ ഭൂരിപക്ഷമില്ലെന്ന് കോൺഗ്രസ് എം.പിമാർ പറഞ്ഞു. 2/3 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് കോൺഗ്രസ് എം.പി. മാണിക്യം ടാഗോർ ഓർമ്മപ്പെടുത്തി.